ഹാജറയെയും അവിടെ താമസിപ്പിച്ചു. ഒരാളുമില്ല, വിജനമായ പ്രദേശം, മരുഭൂമി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി പുറപ്പെട്ടു. ഇറാഖിലേക്ക് ദഅവത്തിന് പോകണം, ഫലസ്തീനിലേക്ക് പോകണം. ഇബ്രാഹിം നബി അങ്ങനെ പുറപ്പെട്ടു. കുറച്ചൊക്കെ എത്തിയപ്പോ പിന്നാലെ ഹാജറ നടന്നു. ഇബ്രാഹിം നബിയെ വിളിച്ചു, നിങ്ങൾ ഞങ്ങളെ ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ പോകുന്നത്? ഇബ്രാഹിം നബിക്ക് മറുപടി പറയാൻ കഴിയുമോ? തിരിഞ്ഞു നോക്കി, പിന്നെയും നടന്നു. ഹാജറ പിന്നെയും വിളിച്ചു. ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്ന് വീണ്ടും നടന്നു. മൂന്നാമത്തെ വിളിക്ക് ഇബ്രാഹിം നബി പറഞ്ഞു, അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അള്ളാനെയാണ് ഏൽപ്പിച്ചത്, എന്നാൽ അള്ള ഞങ്ങളെ കൈയൊഴിക്കില്ല, ഉപേക്ഷിക്കില്ല. വല്ല മനുഷ്യന്മാരും നിങ്ങളെ സഹായത്തിന് പറഞ്ഞു വെക്കാൻ ഇവിടെ ഇല്ല. പിന്നെ മരുഭൂമിയാണ്, അവിടെ വല്ല മലക്ക് വന്നിട്ടോ ജിന്ന് വന്നിട്ടോ സഹായിക്കും. അവര് ഇബ്രാഹിം നബി ഏൽപ്പിച്ചിട്ടില്ല. ആ ചിന്ത ഇബ്രാഹിം നബിക്കില്ല, ഹാജറ നബിക്കില്ല. പിന്നെയോ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അതാണ് ഇബ്രാഹിം നബി പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു ചരിത്രം കൂടി സൂചിപ്പിക്കട്ടെ. വർത്തമാനകാല ചർച്ചയിൽ സാധാരണ പറഞ്ഞു കേൾക്കുന്നതാണ്. ഹാജറ ആ വെള്ളം കുടിച്ച് തീർന്നു. ഇസ്മായിലിനെ കുടിക്കാൻ മുലപ്പാലും തീർന്നു. ദാഹവും വിശപ്പും രണ്ടുപേരുടെയും ജീവൻ അപകടത്തിൽ. എവിടെ നിന്നെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടുമോ, ആരെങ്കിലും ഈ വഴിക്കെങ്ങാനും വരുമോ എന്ന് നോക്കി ഹാജറ സഫായുടെ മുകളിലേക്ക് ഓടിക്കേറി. വല്ല ശബ്ദവുമുണ്ടോ എന്ന് കാതു കുറിപ്പിച്ചു ശ്രദ്ധിച്ചു കേട്ടു നോക്കി. ഫലം ഒരാളുടെയും സാന്നിധ്യം ഹാജറ കേട്ടില്ല. കുഞ്ഞിന്റെ അടുക്കലേക്ക് ഓടിയിറങ്ങി മറുവയുടെ മുകളിലേക്ക് കയറിപ്പോയി. ആരുടെയെങ്കിലും സാന്നിധ്യമുണ്ടോ അവിടെ നിന്നും നോക്കി ശ്രദ്ധിച്ചു. ഫലം യാതൊന്നും ഹാജറ കേട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് കുട്ടിയുടെ അടുക്കലും വരും. അപ്പോഴത് ഒരു ശബ്ദം കേൾക്കുന്നു. ഹാജറ, എന്താണ് ആ ശബ്ദം? മൻ അന്തി, നീ ആരാണ്? ഖാലത് അന ഹാജറ, നീ ആരാണ് എന്ന ശബ്ദം. ഞാൻ ഹാജറ. ആരാണ് നിങ്ങളെ ഇവിടെ വിട്ടുപോയത്? ഇബ്രാഹിം, അബു ഇസ്മായിലിന്റെ വാപ്പ ഇബ്രാഹിം ഞങ്ങളെ ഇവിടെ ആക്കിപ്പോയതാണ്. ആരെയാണ് ഏൽപ്പിച്ചത്? അള്ളാഹുവിനെയാണ് ഏൽപ്പിച്ചത്. ചോദ്യവും മറുപടിയും. മതിയായ, നിങ്ങളെ സഹായിക്കാൻ രക്ഷിക്കാൻ മതിയായവനെയാണ് ഇബ്രാഹിം ഏൽപ്പിച്ചിട്ടുള്ളത്. ഹാജർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ ആരെയാ വിളിച്ചത്? ആരോടാ പ്രാർത്ഥിച്ചത്? ആരോടാ സഹായം ചോദിച്ചത്? ജിബ്രീലെ എന്ന് വിളിച്ചോ? അല്ലെങ്കിൽ വല്ല ജിന്നിനെയും വിളിച്ചോ? ഹാജറ തന്റെ റബ്ബിനോടാണ് ദുആ ചെയ്തത്, വിളിച്ചു തേടിയത്. സഹായം ചോദിച്ചതും തന്റെ റബ്ബിനോടാണ്. മലക്കിനോടല്ല, ജിന്നിനോടല്ല, മരിച്ചുപോയവരോടല്ല, മഹാത്മാക്കളോടല്ല, അള്ളാഹുവിനോടാണ് തേടിയത്. അള്ളാഹുവിനോടാണ് സഹായം ചോദിച്ചത്. ആ പ്രാർത്ഥനയ്ക്ക് സഹായതേട്ടത്തിന് അള്ളാഹുവാണ് മറുപടി നൽകുന്നത്. അവനാണ് സഹായിക്കുന്നത്. അതാണ് ഒരു ശബ്ദം. മന്നത്തി, ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഫൈദാ ജിബ്രീൽ, ആരാണ്? ജിബ്രീലാണ് അവിടെ വന്നിട്ടുള്ളത്.
തട്ടിയിടത്ത് നിന്നതാ വെള്ളം പൊടിഞ്ഞു വരുന്നു. മടമ്പ് തട്ടിയിടത്ത് നിന്ന് വെള്ളം പൊടിഞ്ഞു വന്നു. ഹാജറ സമാധാനിച്ചു. ആ വെള്ളം കോരി കുടിച്ചു. കുട്ടിയെ കുടിപ്പിച്ചു. വെള്ളം ഒഴുകി പോകാതിരിക്കാൻ മണൽ നീക്കി ഒരു കുഴിയാക്കി തടമുണ്ടാക്കി. അതാണ് സംസം. ലക്ഷക്കണക്കിന് മനുഷ്യർ എന്നുമെന്നും നിലക്കാതെ ഉപയോഗിച്ചിട്ടും പറ്റാത്ത വെള്ളം. അപ്പൊ ആ വെള്ളം കിട്ടാൻ ഹാജറ മലക്കിനോട് പ്രാർത്ഥിച്ചോ, സഹായം ചോദിച്ചോ? ഇല്ല. ഒരൊച്ച കേട്ടപ്പോ വല്ല മനുഷ്യനുമുണ്ടോ, ആരെങ്കിലുമുണ്ടോ എന്ന് ശ്രദ്ധിച്ചോടുന്ന ഹാജർ ഒരൊച്ച കേട്ടപ്പോ മന്നീ, നീ ആരാ എന്ന ചോദ്യം. സ്വാഭാവികമായി ഇങ്ങോട്ട് ചോദിച്ചതിന് അങ്ങോട്ട് മറുപടി എന്നുള്ളതിനപ്പുറം ഒരു മലക്കാണെന്നുള്ള നിലക്ക് മലക്ക് ജിബ്രീലേ എനിക്ക് വെള്ളം തരുമോ ഹാജറ ചോദിച്ചിട്ടില്ല. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. ഹാജറ ചോദിച്ചതും തേടിയതും ആരോടാ? തദ്ഉ റബ്ബഹാ വതസ്തഗീസ്. റബ്ബിനോട് തേടി, റബ്ബിനോട് സഹായം ചോദിച്ചു. വേറെ ആരോടും സഹായം ചോദിച്ചിട്ടില്ല, വേറെ ആരോടും തേടിയിട്ടില്ല. അപ്പോഴാണ് വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിൽ അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ്. ഇത്തരം പണിതുയർത്തിയ ഇബ്രാഹിം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ്? ബിംബത്തെ തച്ചുടച്ച് ശിർക്കിനെ